സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ആശ്വാസം. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും കുറഞ്ഞു. സ്വർണ്ണവില ഉയർന്ന നിരക്കിൽ തുടരുമ്പോഴും ഓണക്കാലത്തെ ആഭരണ വിൽപ്പനയെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് ഓണവിപണി സജീവമായിരിക്കെ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ആശ്വാസമാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് 1 ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപയിലും പവന് 560 രൂപ കുറഞ്ഞ് 1,19,520 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 720 രൂപയുടെ കുറവാണ് പവന് രേഖപ്പെടുത്തിയത്. സ്വർണ്ണവില ഉയർന്ന നിരക്കിൽ തുടരുമ്പോഴും ഓണക്കാലത്തെ ആഭരണ വിൽപ്പനയെ ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. സമാനമായ കുറവ് മറ്റു കാരറ്റുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 12,275 രൂപയായി. 14 കാരറ്റ് സ്വർണത്തിന് 45 രൂപ കുറഞ്ഞ് 9,555 രൂപയിലും 9 കാരറ്റ് സ്വർണത്തിന് 30 രൂപ കുറഞ്ഞ് 6,160 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ ഗ്രാമിന് 260 രൂപയിൽ തന്നെ തുടരുകയാണ്. തിരുവോണത്തിന്റെ തലേന്ന് ഗ്രാമിന് 80 രൂപ കുതിച്ചുയർന്ന് വില 15,030 രൂപയിലെത്തിയിരുന്നു. പവൻ വില 640 രൂപ വർദ്ധിച്ച് 1,20,240 രൂപയിലും. ഏറെക്കാലത്തിന് ശേഷമായിരുന്നു കേരളത്തിൽ ഗ്രാം വില 15,000 രൂപയും പവൻ വില 1,20,000 രൂപയും കടന്നത്. രാജ്യാന്തര വില ഔൺസിന് $4,642 നിന്ന് $4,625 താഴ്ന്നത് ഇന്ന് കേരളത്തിലും വില കുറയാൻ വഴിയൊരുക്കി. അതേസമയം ആഗോള വിപണിയിൽ സ്വർണം വീണ്ടും കരുത്താർജിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 ആഴ്ചത്തെ ഉയർന്ന നിരക്കായ ഔൺസിന് $4,697 എന്ന റെക്കോർഡിലേക്ക് വീണ്ടും എത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ വില $4,643 വരെ ഉയർന്നു. നിലവിൽ $4,626 നിലവാരത്തിലാണ് അന്താരാഷ്ട്ര വിപണിയിലെ വ്യാപാരം. US ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് സ്വർണത്തിന് പ്രധാന പിന്തുണയായത്. US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷ് ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ നടത്തുന്ന പ്രസംഗത്തിനായി കാത്തിരിക്കുകയാണ് സാമ്പത്തിക ലോകം. സെപ്റ്റംബറിൽ നടക്കുന്ന യോഗത്തിൽ പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തലുകൾ ഡോളർ ഇൻഡെക്സിന് തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.